എല്ലാവർക്കും നമസ്കാരം. ഞാൻ ടെന്നി തെക്കൻ ഫ്രം ബ്ലാക്ക്സ്റ്റോൺ, മസാച്യുസെറ്റ്സ്, USA. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും കേരളത്തിൽ ഇന്ത്യ ഒട്ടാകെ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ ഒന്ന് വിശകലനം ചെയ്യാം എന്ന് കരുതിയിട്ടാണ്. എൻ്റെ വിശകലനം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞിട്ട് വരെ ഒറ്റ വോട്ടർമാരെയും നേരിട്ട് കണ്ടിട്ടില്ല. എല്ലാം ഇവിടെ നിന്ന് കണ്ട് അറിഞ്ഞ് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് വിശകലനം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ വിശകലനത്തെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം ശരികൾ തെറ്റുകൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എങ്കിലും ഒരു പഴയകാല കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും പ്രത്യേകിച്ചും സമാധാനവും ശാന്തിയും വിളയാടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് ഞാൻ അമേരിക്കൻ പൗരത്വത്തിലാണ് എങ്കിലും എൻ്റെ ബന്ധുക്കളും എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആയിരിക്കുന്നത് കൊണ്ടും എപ്പോഴും നാട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി അത് ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് മാത്രമല്ല, വിശകലനം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇനിയപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പ്രധാനമായിട്ട് ആദ്യം തന്നെ എക്സിറ്റ് പോളുകൾ, റിസൾട്ട് വരുന്നതിന് മുമ്പേ ഉള്ള എക്സിറ്റ് പോളുകളെക്കുറിച്ച്. മാധ്യമങ്ങളൊക്കെ വായടയ്ക്കപ്പെട്ട ഇന്ത്യയിലാണ് ഇന്ന് മോദിയുടെ കീഴിൽ പത്രസ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ. അതിന് ഉദാഹരണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും എടുത്ത് നോക്കിക്കോ. ഓരോ മാധ്യമ പ്രവർത്തകരും അവരുടെയൊക്കെ ആ വാർത്തകളിലും എല്ലാം ഇത് സ്പഷ്ടമായിട്ട് അവർ പറയുന്നുണ്ട്, അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും അവരുടെ ഉള്ളിലെ ആ ഭയത്തിൽ നിന്ന് വന്നിരിക്കുന്ന വിശകലനമാണ് എന്ന് പറഞ്ഞ് തള്ളാനേ ഞാൻ ആളുള്ളൂ. അതിലല്ലാതെ എന്തുമാത്രം ശരി തെറ്റുകളുണ്ട് എന്ന് നിങ്ങൾ തന്നെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. അടുത്തത് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു മുന്നണിയോടും, ആദ്യമായിട്ട് ഇന്ത്യ മുന്നണിയോട്. ഇന്ത്യ മുന്നണിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട്? ഇന്ത്യ മുന്നണി എന്തു ചെയ്തു? ഇന്ത്യ മുന്നണി തുടങ്ങുന്നത് തന്നെ നിതീഷ് കുമാർ അടക്കം അടങ്ങിയ മുന്നണിയാണ്. മമതാ ബാനർജി ഉണ്ട്. അതിൽ മമത ഇന്ത്യ മുന്നണിയോട് സഹകരിക്കാതെ എന്നാൽ BJP എതിർത്തുകൊണ്ട് വേറിട്ട് നിൽക്കണം. അടുത്തത് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയൊക്കെ രൂപീകരിച്ചുവെങ്കിലും അധികം വൈകാതെ BJP പാളയത്തിലേക്ക് തിരിച്ചുപോയി BJPയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കണം. ഇന്ത്യ മുന്നണിക്ക് എന്ത് നേട്ടങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ, പ്രധാനപ്പെട്ട ശക്തികളായിട്ട് നിൽക്കുന്ന സ്റ്റാൻലിൻ, ശിവകുമാർ,
കർണാടക, തമിഴ്നാട്, പിന്നെ ഉള്ള ഓരോ സംസ്ഥാനങ്ങൾ, കെജ്രിവാൾ രാജസ്ഥാനിൽ ഒക്കെ. ഡൽഹിയിൽ ഒന്നിച്ചാണ് കെജ്രിവാൾ, പക്ഷേ രാജസ്ഥാനിൽ ഭിന്നിച്ച. പിന്നെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ആ ഇന്ത്യ മുന്നണിക്ക് ജനങ്ങൾ അധികാരം കൊടുത്താൽ അവിടെ അധികാര തർക്കത്തിന് വേണ്ടി അല്ലാതെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒരു നീക്കം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? ഇത് BJP ഇതിൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഉയർത്തിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം നൽകാനായിട്ട് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഒന്ന്, യഥാർത്ഥത്തിലുള്ള മുന്നണിയുടെ ശക്തി ഉപയോഗിക്കാൻ തക്ക വിധം വ്യക്തമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടായിരുന്നില്ല ഇന്ത്യ മുന്നണി. എങ്കിലും അതൊരു പരാജയമായിരുന്നില്ല, ഒരു ശക്തിയായിരുന്നു. അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ മാത്രമേ ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. മോദി വിരുദ്ധത ഉണ്ടായിട്ട് പോലും അതിനെ ഉപയോഗപ്പെടുത്താനായിട്ടുള്ള ഒരു ശക്തി ഇന്ത്യ മുന്നണിക്ക് ഇല്ലാതെ പോയി എന്ന് ഇന്ത്യ മുന്നണി തുറന്ന് സമ്മതിച്ചേ തീരൂ. പക്ഷേ ഇതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണം ഒരിക്കലും ഒരു നഷ്ടമാവും എന്ന് തോന്നുന്നില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു വിജയമായി തീരാൻ തന്നെയാണ് സാധ്യത. പിന്നെ അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഇത്രയ്ക്കുള്ളത് അർഹതപ്പെടുന്നുള്ളൂ. അടുത്തത് BJP. എക്സിറ്റ് പോളുകളുടെ ഫലം വരുമ്പോൾ അവയ്ക്ക് അമിത പ്രാധാന്യമൊന്നും നൽകാനായിട്ട് BJPക്ക് എന്തവകാശമുള്ളത്? BJP ഉള്ളതിൽ നിന്ന് കുറയാനല്ലാതെ ഉയരാനായിട്ട് എവിടെയൊക്കെ പറ്റും, എന്തൊക്കെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് BJPക്ക് യാതൊന്നും അവകാശപ്പെടാനില്ല. ഇനി ഇന്ത്യ മുന്നണി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ഏറ്റവും അധികം വിഘടിച്ച് നിൽക്കുന്നത് അവരാ. ഇനി അടുത്തത് BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്ന്. കേരളത്തിലെ BJP ഉന്നം വയ്ക്കുന്നത് പണ്ട് മുതലേ ഉള്ള BJPയുടേതായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളിലെ കുറച്ച് വോട്ടുകളുടെ കൂട്ടത്തിൽ കുറച്ച് ക്രിസ്തീയ വോട്ടുകൾ ഇത്തവണ കൂടിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ എന്തുമാത്രം ആവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ചിന്തിക്കുന്നു, ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നതോ എൻ്റെ ഓർമ്മയിൽ വരുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഏതൊക്കെ ബിഷപ്പ് പറഞ്ഞാലും, മെത്രാൻ പറഞ്ഞാലും, മെത്രാപോലീത്ത പറഞ്ഞാലും, ഇനി കൂട്ടായ്മ പറഞ്ഞാലും അതിൻ്റെയൊക്കെ പിന്നാലെ കോലം തുള്ളാനായിട്ട് കുറച്ച് ആളുകൾ ഉണ്ടാവും എന്നുള്ളതല്ലാതെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി, പ്രത്യേകിച്ചും തൃശ്ശൂർക്കാരൻ, അവൻ്റെ വോട്ട് അനാവശ്യമായിട്ട് പാഴാക്കും അത് തോന്നണില്ല. അതുകൊണ്ട് BJPയുടെ സുരേഷ് ഗോപിയിലുള്ള പ്രതീക്ഷ അസ്ഥാനത്താവാനാണ് സാധ്യത. പിന്നെ ഈ പറയുന്ന മാതിരി കേന്ദ്രമന്ത്രിയാണ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കൊക്കെ സിനിമാ നടനാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. അതിൻ്റെയൊക്കെ വോട്ടുകൾ എല്ലായിടത്തു നിന്നും കിട്ടിയിട്ട് ജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പിന്നെ അടുത്തത് ഇടതുപക്ഷം. ഇത്രയധികം എല്ലാ അർത്ഥത്തിലും നാണം കെട്ട് നിൽക്കുന്ന ഒരു ഇടതുപക്ഷം ഗവൺമെൻറ്
സ്വപ്ന സുരേഷ് മാറി മാറി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് ഒരു തരി പോലും ഒരു കേസ് കൊടുക്കാനോ ഒന്ന് ഇത് ചെയ്യാനോ പറ്റാത്ത വിധത്തിൽ ദയനീയാവസ്ഥയിൽ വിഷമിച്ച് നിൽക്കണ അവസ്ഥ. അതിൻ്റെ പിന്നാലെ ഷോൺ ജോർജും മാറി മാറി ആരോപണങ്ങൾ, ഒരു ആരോപണങ്ങൾക്കും വ്യക്തമായിട്ടുള്ളൊരു മറുപടി പറയാനായിട്ട് പറ്റാത്ത ഒരു സ്ഥിതി. അത് കണ്ടിട്ട് എങ്ങനെ ഇടതുപക്ഷത്തിന് ആളുകൾ വോട്ട് ചെയ്യും? അപ്പോൾ ആ ഇടതുപക്ഷത്തിന് ഉള്ള എതിരായിട്ടുള്ള വോട്ടുകൾ മാത്രം മതി മുഴുവൻ മണ്ഡലങ്ങളിലും എതിർ സ്ഥാനാർത്ഥികൾക്ക് വിജയം പകരാനായിട്ട്. ഓരോരോ സംഭവങ്ങൾ എടുത്തു നോക്കാം. സന്ദർഭത്തിനനുസരിച്ച് മുസ്ലിംസിനെ കൂട്ടച്ചേർത്തും മുസ്ലിംസിനെ എതിര് പറഞ്ഞും വടകരയിലൊക്കെ, അതുപോലെ തന്നെ എന്താ പറയുക, ബോംബ് സംസ്കാരവും എന്തൊക്കെ വൃത്തികേടുകളൊക്കെ ആവാമോ അവ എല്ലാനും മുന്നിലേക്ക് വന്ന ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഇത് നേടിയെങ്കിൽ, 20 സീറ്റിൽ ഏതെങ്കിലും ഒന്ന് നേടിയെങ്കിൽ അത് UDFൻ്റെ പൂർണ്ണ പരാജയമാണ്. അതിന് പല പല കാരണങ്ങളുണ്ട്. ഒന്ന്, UDFിനകത്ത് ഇത്രയധികം ജനവികാരങ്ങൾ ഉണ്ടായിട്ട് പോലും ആ ജനവികാരത്തിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റാത്തതിന് പ്രധാന കാരണം പിണറായി ഒരു പ്രാവശ്യം കൂടിയും ഭരിച്ചാലും കുഴപ്പമില്ല, അധികാരം വലതുപക്ഷത്തിലേക്ക് കടന്നാൽ അത് 100% അത് ഞാനായിരിക്കണം മുഖ്യമന്ത്രി എന്ന രീതിയിൽ വർത്തിക്കുന്ന ഒരു സമൂഹം, ഒരുപാട് നേതാക്കളുടെ കൂട്ടായ്മയാണ് ഈ കോൺഗ്രസ്. അത് മാറിയിട്ട് എനിക്ക് ഒരു അധികാര സ്ഥാനവും വേണ്ട, എനിക്കൊരു ഭരണവും വേണ്ട, എൻ്റെ ലക്ഷ്യം വലതുപക്ഷത്തിൻ്റെ വിജയം മാത്രമാണ് എന്ന് ചിന്തിക്കാനായിട്ട് വളരെ ചുരുക്കം നേതാക്കളേ ഉള്ളൂ. അതിലൊരാളാണ് സുധാകരൻ. ആ സുധാകരനെ ആ രീതിയിൽ അംഗീകരിക്കാൻ പോലും പറ്റാത്ത കോൺഗ്രസിൻ്റെ നേതൃത്വം. അപ്പോൾ ആ കോൺഗ്രസ് പരാജയപ്പെടുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളുടെ പോരായ്മ. ഇനി കോൺഗ്രസിനെ കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം. ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത് നമ്മളുടെ എങ്ങനെ ഈ ഇലക്ഷന് ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്. ഒരു പ്രവചനമൊന്നും നടത്താൻ ഞാൻ ആളല്ല, പക്ഷേ എൻ്റേതായിട്ടുള്ളൊരു കാൽക്കുലേഷൻ ഞാൻ പറയാം. പ്രതീക്ഷിക്കുന്നത് പോലെ വലിയ ഒരു ഭൂരിപക്ഷമൊന്നും BJPക്ക് ഉണ്ടാവില്ല. BJP കേവല ഭൂരിപക്ഷത്തിനോടടുത്ത് എത്തിച്ചേരാനേ സാധ്യതയുള്ളൂ. BJPയും BJPയുടെ സഖ്യകക്ഷികളും കൂടി കേവല ഭൂരിപക്ഷത്തിനടുത്ത്. മറുവശത്ത് ചിലപ്പോൾ ഏതെങ്കിലും കക്ഷികൾ ഇന്ത്യ മുന്നണിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ വരെ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള എലക്ഷൻ റിസൾട്ടിനാണ് കൂടുതൽ സാധ്യത. കാരണം അതൊരിക്കലും ഇന്ത്യ മുന്നണിയുടെ വിജയമായിട്ടല്ല, മോദി ഗവൺമെൻറ്റിനുള്ള എതിർപ്പായിട്ടായിരിക്കും. മോദിയുടെ ഭരണത്തിൽ BJP നമ്മളൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. സുരേന്ദ്രൻ അന്ന് $50 പെട്രോളിന് വേണ്ടിയിട്ട് സ്കൂട്ടറും തള്ളിക്കൊണ്ട് നടക്കുന്നത്. നമ്മുടെ തീപ്പൊരി ഒരു വനിതാ നേതാവുണ്ടല്ലോ, അവൾ സൈക്കിളും തള്ളിക്കൊണ്ട് പോകുന്ന BJPയുടെ ആ പെട്രോളിനെതിരെയുള്ള സമരം
അത് കഴിഞ്ഞിട്ട് പെട്രോളിൻ്റെ വില എന്തായിരുന്നു? ഇതൊക്കെ കാണുന്ന ജനം ഇതൊന്നും ബോധമില്ലാതെ ചിന്തിക്കാതെ പറയുമെന്നാണ്. അത് അവരുടെ വോട്ടിനകത്ത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ അതുകൊണ്ട് മാത്രം ഒരു ബദൽ സംവിധാനത്തിന് പറ്റില്ല എന്ന തിരിച്ചറിവോട് കൂടിയിട്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത ഒരു സമൂഹം ഉണ്ടെങ്കിൽ ഏകദേശം ഇതായിരിക്കാം ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു വിശകലനം. ഇനി അടുത്തത് കേരളത്തിലെ 20 സീറ്റുകളെക്കുറിച്ച്. ബാക്കി ഒരു സംസ്ഥാനത്തെക്കുറിച്ചും പറയാൻ ഞാൻ ആളല്ല. കേരളത്തിലെ 20 സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ 19-20 എന്ന അവസ്ഥയിലേക്ക് UDF എത്തിച്ചേരാനാണ് സാധ്യത. ഇനി അഥവാ തൃശ്ശൂർ ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞോണം സുരേഷ് ഗോപി നിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യത കാണുന്നതിന് പ്രധാന കാരണം ഈ പറയുന്ന പോലെ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ വേണ്ടി ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തിരഞ്ഞെടുപ്പാണ് ആയിരിക്കും. അതുകൊണ്ട് അവിടെ വോട്ട് മറിക്കാനായിട്ട് CPM നന്നായി ശ്രമിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പ്രത്യാഘാതം വ്യക്തമായിട്ട് അവരുടെ വോട്ടിൻ്റെ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ അവിടെ സുരേഷ് ഗോപിക്കുള്ളൊരു ജയസാധ്യതയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വിശകലനം ചെയ്തു നേരത്തെ അത് CPMൻ്റെ വോട്ടുകൾ എവിടെയൊക്കെ മറിഞ്ഞൊന്ന് ഓരോ പഞ്ചായത്തെടുത്ത് ഓരോ ബൂത്ത് എടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ UDFന് അത് മനസ്സിലാക്കാൻ പറ്റും, LDFന് മനസ്സിലാക്കാൻ പറ്റും, CPIക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. CPIയെ കുരുതി കൊടുത്തുകൊണ്ട് അത് BJPക്ക് വേണ്ടി അവിടെ കട്ടുനിന്നതിൻ്റെ എന്തുമാത്രം CPI അനുഭവിക്കുന്നുണ്ട് എന്ന്, CPM കട്ടുനിന്നതിന് CPI അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തിരഞ്ഞെടുപ്പാവും അത് നടന്നില്ല എങ്കിൽ UDF അവിടെ അധിക ഭൂരിപക്ഷമൊന്നുമില്ലാതെ ഒരു 10,000-നും 50,000-നും ഇടയിൽ മുരളീധരൻ ജയിച്ചു വരാനാണ് സാധ്യത. ഇനി അടുത്തത് തിരുവനന്തപുരത്ത് ശശി തരൂർ തോൽപ്പിക്കപ്പെടണമെങ്കിൽ ശശി തരൂരിന് ഒപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാവുന്ന ആളൊന്നുമല്ല ഇത് സ്ഥാനാർത്ഥി. ഒരു ബിസിനസ് മാഗ്നറ്റ് എന്ന് പറയാം, പക്ഷേ രാഷ്ട്രീയത്തിനകത്ത് ഒന്നുമല്ല. അതിനെ എന്തൊക്കെയോ വലിയതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ പിന്നിൽ ഒരു പരിധിവരെ ഈ ശശി തരൂരിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന കോൺഗ്രസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രാദേശികമായിട്ട് അവരെ തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഏറ്റവും പ്രധാനമായിട്ടും കോൺഗ്രസ്സുകാർ തന്നെയായിരിക്കും, അല്ലാതെ മറ്റൊരു പാർട്ടിക്കാരാവില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിക്കണില്ല, മോർ ദാൻ 1 lakh പ്രതീക്ഷിക്കണം ശശി തരൂരിന്. പിന്നെ അനിൽ ആൻ്റണി അവിടെ തോൽക്കാന്ന് പറയുന്നത് BJPയുടെ ആവശ്യമാണ്. BJP വളരണം എന്നുണ്ടെങ്കിൽ അന്ന് അവിടെ ഷോൺ ജോർജിനെ എങ്ങാനൊരു സ്ഥാനാർത്ഥി, PC ജോർജ് പല പ്രാവശ്യങ്ങളിൽ വന്നുപോയി പല ഇതിനകത്തും നെഗറ്റീവായിട്ട് നിൽക്കുമ്പോൾ PC ജോർജിനെ വേണ്ട. പക്ഷേ BJPക്ക് ഷോൺ ജോർജിനെ അവിടെ നിർത്തിയിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും കിട്ടേണ്ടിയിരുന്ന ഒരു ഇത് BJP കളഞ്ഞു കുളിച്ചതാ അനിൽ ആൻ്റണീനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട്. കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ അനിൽ ആൻ്റണിക്ക് കോൺഗ്രസിനകത്തുള്ളപ്പോൾ തന്നെ എന്ത് പേരുണ്ട്. പ്രാദേശിക തലത്തിനകത്ത് യാതൊരു വിലയില്ലാത്ത മനുഷ്യനെ ദേശീയ തലത്തിൽ പ്രതിരോധ മന്ത്രിയുടെ മകനെ വരെ BJPയിലേക്ക് ചേർത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് നടത്തിയ കളിയിൽ ഇവിടത്തെ ഈ ഒരു ഇത് അട്ടിമറിക്കപ്പെടേണ്ടതുണ്ടായിരുന്നില്ല. അത് അട്ടിമറിച്ചതിന് പിന്നിൽ BJP CPM ബാന്ധവമുണ്ട് എന്ന് സംശയിച്ച ഒരു തെറ്റുമില്ല.
100% അത് നമ്മൾ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസ് ഈ തൃശ്ശൂരിൽ നഷ്ടപ്പെടുമെങ്കിൽ അത് ഈ ബാന്ധവത്തിൻ്റെ പുറത്താണ്. ആ ബാന്ധവം അധികവും അനിൽ ആൻ്റണിക്ക് വേണ്ടി അവിടെ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതും വ്യക്തമായിട്ടുള്ള തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടിൻ്റെ വിഹിതം ഓരോ പഞ്ചായത്ത് തിരിച്ചും അളന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് മറയപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ. പിന്നെ ആറ്റിങ്കിലും ശോഭാ സുരേന്ദ്രനും ഒക്കെ ഒരു മിന്നായം പോലെ കടന്നു പോവാം, അവർക്കൊക്കെ ഒരു ആവേശം എന്നുള്ളതല്ലാതെ വ്യക്തമായിട്ടൊരു വിജയ സാധ്യതയൊന്നും ഇവർക്ക് ആരും കൽപ്പിക്കണില്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടിയാൽ 20 സീറ്റ് വരെയും വലതുപക്ഷം നേടാം, അതല്ലെങ്കിൽ 16 സീറ്റ് വരെ താഴാം. BJPക്ക് മാക്സിമം 1 സീറ്റ് വേണമെങ്കിൽ കിട്ടാം, അല്ലെങ്കിൽ പഴയതുപോലെ സംപൂജ്യരായിട്ട് മുടങ്ങാം. അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ വോട്ട് മറയ്ക്കലിന് മോളിൽ നിന്ന് എന്തോരമൊക്കെ പ്ലാൻ ഉണ്ടായാലും ശരി, താഴേക്കടിയിൽ വോട്ട് ചെയ്യാൻ പോകുന്ന സാധാരണക്കാരനുണ്ടല്ലോ, അത് CPIയുടെ എത്ര വലിയ കുത്തക വോട്ടാണെന്ന് പറഞ്ഞാലും ശരി, അത് CPMനല്ലാതെ വേറൊരാൾക്ക് കൊടുക്കാൻ പറയുമ്പോൾ അത് ചെയ്യാനുണ്ടാവുന്ന മനോവിഷമം, അത് കണ്ടുകൊണ്ടാണ് ഞാൻ പറയണേ. സാധാരണഗതിയിൽ സാധാരണക്കാരൻ അത് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. മോളിൽ നിന്ന് നിർദ്ദേശമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അത് നടന്നിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ് എന്ന്. അതുകൊണ്ടാണ് തൃശ്ശൂരും സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ വന്നാൽ മാത്രം 1 സീറ്റ് BJP പിടിച്ചേക്കാം. അത് എവിടത്തൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ രീതിയിൽ കളിച്ചു എന്നുണ്ടെങ്കിൽ ഈ 3-4 BJPയുടെ സ്ഥലങ്ങളിൽ എവിടെ വേണമെങ്കിലും ആവാൻ വിരോധമൊന്നുമില്ല. അപ്പം അതാണ് BJPയുടെ സ്ഥിതി. പിന്നെ ഇടതുപക്ഷം സാധാരണഗതിയിൽ 1 സീറ്റ് നേടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ മാക്സിമം വേണമെങ്കിൽ 4 സീറ്റ് വരെയും ഉയരുകയും ചെയ്യാം. ഇത് ഈ ഞാൻ പറയുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇടതുപക്ഷം ജയിക്കുന്നുണ്ടോ അവിടെയൊക്കെ കോൺഗ്രസിൻ്റെ അടി വാറിൽ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഇത്രകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വിശകലനം ഞാൻ നിർത്താണ്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് ഞാൻ ഈ വിശകലനം നടത്തിയത് ജൂൺ 4-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ എത്തിയിട്ടുണ്ടാവും. ഒരു പരിധി വരെ ആ BJP കൊണ്ടുവന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ഇനി വിലപ്പോവില്ല എന്ന് BJP തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. രണ്ടാമത്തത്, BJPക്ക് ബദലായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കുമ്പോൾ ആ സഖ്യത്തിന് കെട്ടുറപ്പ് വേണമെങ്കിൽ അധികാരത്തിന് വേണ്ടി മാത്രം നടക്കുന്ന ഈ പാർട്ടികളെ വ്യക്തമായൊരു ധാരണയോടെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എങ്കിൽ അത് മുന്നണിയുടെ പരാജയമായിരിക്കും എന്ന തിരിച്ചറിവ് ഈ ഇലക്ഷൻ നമുക്ക് മുന്നിലേക്ക് നീട്ടിത്തരും. മൂന്നാമത്തത്, പ്രാദേശികമായിട്ടുള്ള പല കക്ഷികളുടെയും കുറച്ചുകൂടി ഉയർത്തെഴുന്നേൽപ്പിനൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള പല കക്ഷികളുടെയും തലകുത്തി വീഴുന്നതും കാണാൻ കഴിയുന്നൊരു തിരഞ്ഞെടുപ്പായിരിക്കും ഇത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ ഇതോടൊപ്പം തന്നെ ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡിനോടും കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വത്തോടും എല്ലാ കോൺഗ്രസ് അനുഭാവികൾക്കും വേണ്ടിയിട്ട് ഇതിന് ശേഷം ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ നിർത്തട്ടെ. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.